എന്നാ ഒരു സൺഡേയാ. അപ്പൊ രാവിലെ ഞങ്ങള് അപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ കഴിച്ച് പ്രായമെടുത്ത് പിള്ളേരെയും കൂട്ടി നേരെ പാർക്കിലേക്ക് പോയി. ന്യൂറംബർഗ് ട്രയൽസ് നടന്ന സ്ഥലം നേരെ കാണുന്നത്. നമ്മള് താമസിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലം. കാർമേഘം മറഞ്ഞു, നിലാവും തെളിഞ്ഞു, ഏതേതു നേരമിന്നിലായി ഈ വാനിൽ ഉയരും നിറങ്ങൾ പലതും ഏതേതു കാറ്റിനൊപ്പമായി. കാറ്റും ബിസ്ക്കറ്റും അതാകെയുള്ളിലോ കുഴപ്പമാ. എന്ത് രസം വെള്ളത്തിന്റെ കളകളാരവം കേൾക്കാൻ. ഇവിടെ ഇഷ്ടം പോലെ താറാവുണ്ട്. പിസയുടെ കാര്യമല്ല പറഞ്ഞത്, പെക്നിറ്റ്സ് റിവറിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇന്നത്തെ ദിവസം നല്ലൊരു ക്ലൈമറ്റാ. ചെറിയൊരു വെയിലടക്കി ഇങ്ങനെ വന്നു പോകും, നല്ലൊരു കാറ്റ്. മാതുക്കുട്ടം പനി മുടക്കിന്ന് തോന്നണേ. സൈക്കിള്. ഹായ് ഹലോ, ഇന്നൊരു സൺഡേ ആണ്. സാധാരണ അവധി ദിവസങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യോ അല്ലെങ്കിൽ ബേക്കിംഗ് വീഡിയോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ആയിട്ടാണ് പോവാറ്. ഇന്ന് നമുക്ക് അതൊന്നുമല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെയും കൂടി. സോ വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. അപ്പോൾ രാവിലെ ഞങ്ങൾ അപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ കഴിച്ച് പ്രായമെടുത്ത് പിള്ളേരെയും കൂട്ടി നേരെ പാർക്കിലേക്ക് പോയി. എന്നാ ഒരു സൺഡേയാ. ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു റീൽ പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. കാർത്തികയ്ക്ക് ഇന്ന് വരുന്നു പറഞ്ഞ, പക്ഷെ അവക്ക് കുഞ്ഞുട്ടിന് പനി കാരണം അവക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ അത് കാരണം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കണ്ടിട്ട് ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, അപ്പൊ അങ്ങോട്ടേക്കൊന്ന് പിള്ളേരെ കൊണ്ട് പോവാം എന്ന് വിചാരിച്ചതേ നടക്കാൻ ഇറങ്ങിയേക്കാം. മാധുവിന് കുറച്ച് താറാവിനെയൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം. ഇവിടെ ഈ നമ്മൾ പോണ സ്ഥലത്ത് സൈഡിൽ കൂടെ ഒരു പുഴ പോലെ ഒരു സംഭവം ഒഴുകുന്നുണ്ട്. നല്ല രസം അത് കാണാനായിട്ട് അവിടെ എല്ലാം. അപ്പൊ അത് കാരണം അവിടെ നിറച്ച് താറാവ് ഉണ്ടാവാറുണ്ട്. പിള്ളേരെ അതൊക്കെ കാണിച്ച് കുറച്ചു നേരം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ വേറൊരു സ്ഥലം കൂടി പോകുന്നുണ്ട്, അതുകൂടി കാണിച്ചു തരാം, നോക്കാം. ഇതൊക്കെ ഇവിടുത്തെ പ്രസിദ്ധമായ കെട്ടിടങ്ങളൊക്കെയാണ്, ഗവൺമെന്റിന്റെ കെട്ടിടങ്ങളും ഒക്കെയാണ്. ന്യൂറംബർഗ് ട്രയൽസ് നടന്ന സ്ഥലം കാണിച്ചു തരാട്ടോ ഞാൻ. ആ സ്ഥലം കാണാനായിട്ട് ആൾക്കാർ രാവിലെ മുതൽ വരും. ഈ കിടക്കണ ബസ്സൊക്കെ ഇതിൽ വന്ന് ഇറങ്ങണതാണ് ഈ ആൾക്കാരെല്ലാം. ടൂറിസ്റ്റ് ബസ്സാണിത്. വർക്കിംഗ് ഡേയ്സിൽ പ്രായമായിട്ടുള്ളവരും കോളേജിൽ നിന്ന് പിള്ളേര്, സ്കൂളിൽ നിന്ന് പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇഷ്ടംപോലെ കാണിക്കാൻ കൊണ്ടുവരാറുണ്ട്. ഈ നേരെ കാണുന്നതാണ് ന്യൂറംബർഗ് ട്രയൽസ് നടന്ന സ്ഥലം നേരെ കാണുന്നത്. നമ്മള് താമസിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലം വരണത് കേട്ടോ. അത് കാരണം എപ്പോഴും ടൂറിസ്റ്റുകൾ ഉണ്ടാവും ഇവിടെ. സൺഡേ ആണെങ്കിലും ഇത് ഓപ്പണാ. ഇവിടെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം സാറ്റർഡേ സൺഡേ അവധിയായിരിക്കും, കടകളും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ഇത് ഓപ്പണാണ്. ഇവിടെ കൊണ്ടുവന്നാണ് വേൾഡ് വാർ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം പല ലീഡേഴ്സിന്റെയും ട്രയൽസ് നടത്തിയതൊക്കെ ഇവിടെയായിരുന്നു. ഇതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നേക്കാളും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ആ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇതിന്റെ സീരീസ് ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിക്ക് അത് മനസ്സിലാവും. ഞാൻ പറയണേക്കാൾ കൂടുതലായിട്ട്. ഇപ്പൊ പുറകെ കാണുന്നുണ്ടോ, ഗൈഡ് നടന്ന് ആൾക്കാരെ കാണിക്കണതാണത്. അതിന്റെ അകത്ത് കയറി അവരൊരു സ്പീക്കർ എന്താ മൈക്രോഫോൺ തരും, അതിൽ കൂടെ നമുക്ക് കേൾക്കാം. ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും അതിൻ്റെ അകത്തൊക്കെ കയറി കഴിഞ്ഞാൽ. പ്രാമിലൊന്നും അധികം നേരം ഇരിക്കില്ല. ഇനി നല്ല ഉറക്കം വന്ന് കഴിയുമ്പോ ചിലപ്പോ ഇരിക്കും. ഇറങ്ങി നടപ്പായി. നടക്കൂ, ദേ ചേച്ചി ഫ്രണ്ടിൽ പോയി, അമ്മ കൊണ്ടുവന്നോളാം പ്രാം.
റൂട്ട് ആൾക്കാർ സൈക്കിൾ ഓടിക്കാനും അതുപോലെ സ്കേറ്റിംഗ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കണ കാണാൻ റോഡ്. നല്ല രസമാണ് ഇവിടെ എപ്പോഴും വന്നാലും നമുക്ക് നടക്കാനും. ഇന്നത്തെ ദിവസം നല്ലൊരു ക്ലൈമറ്റാണ്, ചെറിയൊരു വെയിലിടയ്ക്ക് ഇങ്ങനെ വന്നു പോകും, നല്ലൊരു കാറ്റ്, നല്ല സുഖമാണ്. നമുക്ക് വീട്ടിലിരുന്ന് നമുക്കൊരു മടുപ്പ് തോന്നുമ്പോൾ ഇവിടേക്ക് ജസ്റ്റ് വന്ന് നമ്മൾ നടക്കാൻ വരാറുണ്ട്. ഇവിടെ ആൾക്കാർ ഓടണ കാണുമ്പോൾ തോന്നുന്നു എങ്ങനെ ഇങ്ങനെ ഓടണല്ലേ, ഓടാനൊക്കെ നല്ല സ്റ്റാമിന ആണെന്ന് തോന്നുന്നു അല്ലേ. പൊരി വെയിലത്ത് എങ്ങനെ പറ്റുന്നു, അതാണ് കുഞ്ഞിന്റെ ഡൗട്ട്. അതെ, അവിടെ ആ വീലിന്റെ അവിടെ വെള്ളം അതിൽ കൂടെ ഇങ്ങനെ വരണുണ്ട്. എനിക്ക് തോന്നുന്നു കാറ്റടിക്കുമ്പോഴാ, ഇപ്പൊ വെള്ളം കുറവാണ് പക്ഷെ കാറ്റടിക്കുമ്പോ ജസ്റ്റ് ഒന്ന് കറങ്ങണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഈ വെള്ളം ഇന്ന് പൊതുവെ വെള്ളം ഇത്തിരി കുറവാന്ന് തോന്നുന്നു. കുറച്ചും കൂടി ഇത്തിരിയും കൂടി ഒന്ന് പൊങ്ങാറുണ്ട് വെള്ളം. അപ്പൊ ഈ വെള്ളത്തിന്റെ ഫ്ലോ കാരണം ഈ വീലിലെ കൂടെ അടിച്ച് ഈ ബക്കറ്റ് പോലുള്ള അകത്തേക്കൂടെ ഇങ്ങനെ വെള്ളം വന്ന് കറങ്ങി ഈ വീഴുന്ന വെള്ളം ഇതിൽ കൂടെ ഈ ഓവ് പോലെ ഇട്ടിട്ടില്ലേ, ഇതിൽ കൂടെ കയറി ഇപ്പുറത്തേക്ക് വരും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് ഇതിന്റെ ക്ലീനിങ്ങും പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. സമ്മർ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ അവർ പുല്ലൊക്കെ വെട്ടി റെഡിയാക്കാറുണ്ട്. എന്നിട്ട് ഇതിൽ കൂടെ ഒഴുകി പോകും, ഇങ്ങനെ നിക്കില്ല വെള്ളം. നല്ല ക്ലിയർ ആയിട്ട് കിടക്കാറുണ്ട് ഇവിടെ വെള്ളം. ഹായ്, എന്ത് രസം വെള്ളത്തിന്റെ കളകളാരവം കേൾക്കാൻ. എന്താ അടിപൊളിയായിട്ടല്ലേ ഒഴുകി വരണേ. ചില സമയത്ത് ഈ വെള്ളം ഒഴുകി വരുമ്പോ രണ്ട് കുഞ്ഞു താറാവ് അതൊക്കെ ഇവിടെ ഇങ്ങനെ പോണണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ ഇതൊന്നും ക്ലിയർ ചെയ്യാത്തോണ്ടാന്ന് തോന്നുന്നുണ്ടാവുന്നു ഇല്ലാത്ത. അങ്ങോട്ടേക്ക് പോകുമ്പോ കാണാൻ പറ്റും, താറാവ് ഉണ്ടാവും. മാധു ക്ഷീണിച്ചാ? മാധു ക്ഷീണിച്ചോടാ? എവിടെ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നന്നായിട്ട് കിടന്നുറങ്ങിക്കോളെന്ന് വിചാരിച്ചതാ. പകുതി ദൂരത്തിലായി രൂപ എഴുന്നേറ്റ്. കുഞ്ചുതേ വന്നപാടെ പാർക്കിൽ ഒരെണ്ണത്തിൽ പോലും കയറാൻ ക്ഷീണിച്ചിരിപ്പായി. ഇവിടെ ഈ പിള്ളേര് ഈ കളിക്കുന്ന സ്ഥലം മുഴുവനും കണ്ടോ ഇങ്ങനെ ഈ മരത്തിന്റെ ഇത് വെട്ടിയിട്ടേക്ക. അപ്പൊ പിന്നെ അത് കാരണം പിള്ളേര് വീണാലും ഒന്നും സംഭവിക്കില്ല. ഇതുമ്മ ചവിട്ടിയാൽ തന്നെ ഒരു പഞ്ഞിയുടെ ഒരു ഫീലാ. അപ്പൊ അത് കാരണം പിള്ളേര് വീണാലും അങ്ങനെ ഒരു എന്താ പറയാ, ഒരു വേദനയൊന്നും അങ്ങനെ എടുക്കില്ല. അത് കാരണം ഇത് ഫുൾ ഈ പാർക്ക് മുഴുവൻ അങ്ങനെ വിരിച്ച് ഇട്ടേക്കണത്. മാധു ആദ്യമായിട്ടാ ഇങ്ങനെ ഇരുന്ന് ആടണത്. അയ്യേ കുഞ്ചു, നിനക്ക് ഒട്ടും വെയിറ്റില്ലാട്ടാ. അത് ശരിയാ, ബാക്കിയുള്ള പിള്ളേര് കഴിയുമ്പോ താഴെ നടുക്ക് മുട്ടുണ്ട്. പോരാ, കുറച്ചുകൂടി നന്നായിട്ട് ഫുഡ് കഴിക്കേണ്ടതാണ് കുഞ്ചു. ഇഷ്ടം പോലെ സൈക്കിളുകൾ ഈ സമയത്തൊന്നല്ല, ഇവിടെ എപ്പോ വന്നാലും കാണാം ആൾക്കാര് സൈക്കിൾ ഓട്ടി പോണത്. പിന്നെ അതുപോലെ ഇപ്പഴത്തേക്കൂടെ ചെറിയൊരു പുഴ പോലെ ഒരു സംഭവം ഒഴുകി പോകുന്നുണ്ട്. പുഴ എന്ന് പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞ് ചാല് പോകുന്നുണ്ട്. അപ്പൊ അത് നല്ല രസം. അവിടെ താറാവുകൾ ഉണ്ടാവും. പിള്ളേർക്ക് അത് കാരണം ഭയങ്കര രസമായിരിക്കും ഇതിൽ കൂടെ നടക്കാനും. ഈ മരം ഉള്ളതുകൊണ്ട് അധികം വെയിലും അടിക്കില്ല, നല്ല കാറ്റും. ഈ ചാലൊഴുകണേന്റെ തൊട്ടപ്പുറത്തേക്കൂടെ ഇതിന് പാരലായിട്ട് വേറൊരു വഴി പോകുന്നുണ്ട്. അതിങ്ങനെ കാടിന്റെ അകത്തേക്കൂടെ പോണ പോലെ. ഇപ്പൊ നമ്മളിനിയിപ്പൊ തിരിച്ചു വരുമ്പോ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആ വഴി വരാം, അപ്പൊ അതും കൂടി കാണിച്ചു തരാം. നല്ല രസം അവിടെ. അതുപോലെ ഈ ഓട്ടം സീസൺ ആയിക്കഴിഞ്ഞാൽ ഈ കാണുന്ന മരങ്ങൾ മുഴുവനും
മഞ്ഞ കളറിൽ ആവും, യെല്ലോ, ഫുൾ യെല്ലോ ആവും. ഈ റിവറിന്റെ പേര് പെക്നിറ്റ്സ് എന്നാണ്. പെക്നിറ്റ്സ്. പിസയുടെ കാര്യമല്ല പറഞ്ഞത്, പെക്നിറ്റ്സ് റിവറിന്റെ കാര്യമാണ് പറഞ്ഞത്. മാതുക്കുട്ടൻ പണി മുടക്കിന്ന് തോന്നണേ. സൈക്കിള് നമ്മള് വിചാരിച്ച സ്ഥലം വരെ എത്തിയില്ല. ഞങ്ങള് പാർക്കിൽ പോവാന്നാണ് വിചാരിച്ചത്. പക്ഷെ വെയില് തെളിഞ്ഞവിടെ കുഞ്ചുവിന് പോവണ്ട, കുഞ്ചിന് പോകണ്ടെന്നല്ല കേട്ടോ, അവൾക്ക് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു പോവാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ മാധുക്കുട്ടൻ ട്രാമിൽ ഇരിക്കണില്ല. അവളപ്പം നിന്ന് ഓരോ സ്ഥലത്ത് നിന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും നമ്മൾ നടന്ന് പോണ സ്ഥലത്ത്. അപ്പം അത് കാരണം നമ്മൾ പ്ലാൻ മാറ്റി. ഇപ്പം കളിച്ച ആ പാർക്കിൽ നിന്ന് തിരിച്ച് നമ്മൾ നടക്കുക. ഇനി വീട്ടിൽ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വേറൊരു സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് കാണാം. അപ്പം ഇനി പോയി ലഞ്ച് കഴിച്ച് ഞങ്ങൾ ഉച്ചത്തെ അങ്കംവെട്ടിന് ഇറങ്ങട്ടെ. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 3:30 ഒക്കെ ആയപ്പോൾ വൈകുന്നേരം പിള്ളേരെയും കൊണ്ട് വേറൊരു സ്ഥലത്ത് വന്നേക്കാം. ഇവിടെ ബോട്ടിംഗ് ആണ് സത്യം പറഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് തോന്നിയേക്കണത്. ഇവിടെയാണെങ്കിൽ നിറച്ച് താറാവാ. മാധുവിനും കുഞ്ചുവിനും ഭയങ്കര ഇഷ്ടമാണ്. ബോട്ടുകൾ താറാവിൻ്റെ ഷേപ്പിലുണ്ട്, ഫ്ലെമിംഗോ, അതുപോലെ പെങ്കിൻ്റെ ഷേപ്പ്, അതുപോലെ എന്താ പറയുക കാറ്, പലതരത്തിലുള്ള ബോട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പെഡൽ ബോട്ട് ആയതുകൊണ്ട് നമുക്ക് തന്നെ ചവിട്ടി എവിടേക്ക് വേണമെങ്കിലും പോകാമെന്നുള്ള പോലെ. അതിൻ്റെ കുറച്ച് വീഡിയോസും കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. ബിസ്ക്കറ്റ് വെച്ചത് അതിനായിരുന്നു. പിന്നെ മാധുവിന്റെ ബിസ്ക്കറ്റ് കൊടുക്കാട്ടാ. മാധുവിന് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മള് താറാവിനെ കാണണം. ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാലേ, ഇപ്പൊ മാധുവിനെ കയറ്റുമെന്ന് നമുക്കൊരു സംശയമായിരുന്നു. പക്ഷെ അവളെ കയറ്റിയില്ല. അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും വച്ചിട്ടില്ല ഇവിടെ. പിന്നെ ആൾക്കാർ അത്രയും സേഫ് ആയിട്ട് പോകുന്നുള്ളൊരു വിശ്വാസമാണെന്ന് തോന്നുന്നു. ബോട്ട് ഓടിക്കണോ? എങ്ങനെയാ ഓടിക്കണേ? ആഹാ, ചാരി കിടന്നാണ് ഓടിക്കണേ. കാറ്റും ബിസ്ക്കറ്റും. ആഹാ, മധുവമ്മനോടോ കുഞ്ചു? കേട്ടോ കുഞ്ചു, നീ വിളിച്ചു വരുത്തിയവനെ. കുഞ്ചു അങ്ങനെ ചാറല്ല കേട്ടോ അധികം. എവിടെ കൂട്? എവിടെ? താഴെ അതിന്റെ അറ്റത്തൊരു കുഞ്ഞ് റെഡ് കളറിൽ. അതിന് ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? അമ്മൂമ്മ കാട്ടിൽ കൊണ്ടെറിഞ്ഞ അമ്മൂമ്മ അല്ലേ? അതിന്റെ പല്ലാണോ അത്? ഇവിടെ ഇഷ്ടം പോലെ താറാവുണ്ട്, അരയന്നും ഒക്കെ ഉണ്ട്. കാണാനായിട്ട് പിള്ളേർക്ക് നല്ലോണം ഉണ്ട് ഇവിടെ. കുറച്ച് നേരം ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിള്ളേർ അവിടെ ഓടിയൊക്കെ കളിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ വിചാരിച്ചു കാൽഷോത്തും കൂടി പോയേക്കാന്ന്. പക്ഷേ വരുന്ന വഴി ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും ദൂരം ഞങ്ങൾ പോയില്ല. അപ്പം നോക്കുമ്പോൾ റെയിൻബോ. എന്നാൽ പിന്നെ അതൊന്ന് കാണാം എന്ന് വിചാരിച്ചു. ഇവിടെ ന്യൂറംബർഗ് എയർപോർട്ടിനടുത്ത് ഒരു സ്പോട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്ന് നിന്നാൽ പ്ലെയിൻ തൊട്ടില്ല എന്നുള്ള രീതിക്കാണ് അവിടെ പ്ലെയിൻ പോണത്. അത്രയും അടുത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഒരു വീഡിയോ എടുത്തിരുന്നു.
അതും കൂടി നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. ഡബിൾ റെയിൻബോ ആയിരുന്നു അന്ന് ഞങ്ങളവിടെ കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ഫ്രം ധന്യ.